it's different. The life we had and the life today. Yeah, right. My husband? He's fine. A little conservative. Either he has to change or I have to. Yeah. You know, marriage is always an adjustment. ഏയ് എനിക്ക് ഉടനെ ഒന്നും കുട്ടികൾ വേണ്ട. One sec. ചുടുവെള്ളം. Thank you. ഓ അതൊന്നും വേണ്ട കുഞ്ഞ്. എന്തിനാ എപ്പോഴും താങ്ക് യു? ഞാൻ ശീലിച്ചു പോയതല്ലേ കുറുപ്പങ്കൽ. Yeah, tell me. All those days are gone. My husband should not know all those things. I'll talk to you later. ആരാ? ഒരു ഫ്രണ്ടാ. കാറിന്റെ ഫ്രണ്ടോ ലോറിയുടെ ഫ്രണ്ടോ? ഇതിനൊന്നും പേരില്ല. ചോദിച്ചു കേട്ടില്ലേ? ഇന്ദിര. ഇന്ദിരാഗാന്ധിയാണോ? സ്വർഗത്തിൽ നിന്നാണോ വിളിച്ചത്? മിസ്സിസ് ഇന്ദിര അബ്ദുൽ ഖാദർ. കൊള്ളാം. ഏലിയാസ് മേനോൻ, മേരി തമ്പുരാട്ടി, ഹിസ് ഹൈനസ് അബ്ദുല്ല എന്നൊക്കെ പറയുന്ന പോലെ കള്ളം പറയുമ്പോൾ ആലോചിച്ച് വേണം പറയാം. യു ഷുഡ് നോട്ട് കോൺട്രഡിക്ട് യുവർ സെൽഫ്. എന്റെ കോളേജ് മേറ്റ് ആണ്. ഷീ ഈസ് മാരീഡ് ടു എ മുസ്ലിം. കേണൽ റോഡ്രിക്സിന് ഒരു പാർട്ടി വൈകിട്ടുണ്ട് പോലും. ക്ഷണിച്ചിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു ചെരിപ്പിട്ട് പൂജാമുറി കയറുന്നു? ഐ ആം സോറി. ഇംഗ്ലീഷിൽ ഒരു വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡു എനി അട്രോസിറ്റീസ് ആൻഡ് സേ സോറി. കഴിഞ്ഞല്ലോ. ഞാനിത് വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന ചെരുപ്പല്ലേ. പുറത്തെ ചെളി ചവിട്ടി കയറ്റി കൊണ്ടുവരുന്നൊന്നുമില്ല. പിന്നെ ഇത് വീട്ടില് പൂജാമുറിയല്ലേ, അമ്പലമൊന്നല്ലല്ലോ. പള്ളിയിലൊക്കെ എല്ലാരും ചെരുപ്പിട്ടല്ലേ പോകുന്നത്. അവിടെ ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയല്ലേ. തർക്കിച്ച് തോൽപ്പിക്കാൻ നിൽക്കണ്ട. പറഞ്ഞതനുസരിച്ചാ മതി. പ്രാർത്ഥിക്കുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയും ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി ഹൈജീനിക്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മിസ്സസ് വന്നില്ലേ? രവി, സ്വാതി സ്ക്വാഷ് കോർട്ടിൽ ക്യാപ്റ്റൻ സതീശിനൊപ്പം സ്ക്വാഷ് കളിക്കുന്ന ഞാൻ കണ്ടു. മോഹൻ സർ, സ്വാതി സ്ക്വാഷ് കോർട്ടിൽ വേഗം തയ്യാറായി വരാം. യെസ് സർ. മാഡം, സാർ വേഗം വരാൻ പറഞ്ഞു. I'll come now. സാർ, കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു സാർ. ഞാൻ വിളിക്കുന്നു പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. എന്താ അപ്സെറ്റായി നിൽക്കുന്നത്? സ്വാതി ഇതുവരെ ഒന്നില്ല. എല്ലാവരും അന്വേഷിക്കുന്നല്ലേ? കളി ഇതുവരെ കഴിഞ്ഞില്ല. പാർട്ടി കഴിയാറായല്ലോ. അവൾക്ക് എല്ലാവരും കളിതമാശയാണ്. അടുത്തവന്റെ ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല. ആ അതാ വന്നല്ലോ. ഐ എം സോറി. ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വൈകി. ശരിയാണോ തന്നെ പറയാം? കാലത്ത് സുഖല്ല, ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു പോയി. അപ്പോഴറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോകണമെന്ന്. ഇനി ആ കുഞ്ഞിനോട് ചെന്ന് വഴക്കിടണ്ട. കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ ചെട്ടിമട്ടൊക്കെ പഠിച്ചോളും. ചെന്നൊന്ന് സമാധാനിപ്പിക്കേ. കുറിപ്പ് പറഞ്ഞറിഞ്ഞത് ഡോക്ടറെ അടുത്ത് പോയിന്ന്. ഉടനെ അമ്മയെ അറിയിക്കണം. എല്ലാം മറന്ന് അമ്മ വരും. ഇനി 3 മാസത്തേക്ക് സൂക്ഷിക്കണം. ദേഹാനങ്ങുന്ന പണിയൊന്നും ചെയ്യണ്ട. ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് പൂട്ടി വെച്ചോളൂ. ജയിലിൽ കിടക്കും പോലെ നേരത്തിനും കാലത്തിനും വാതിൽ തുറന്ന് ആഹാരം മാത്രം തന്നാ മതി. എന്റെ പിണക്കം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. I said I'm sorry. Sorry, forgive me. I didn't mean it. കുറെ വാക്കുകൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് തോന്നിവാസം കാട്ടിയിട്ട് ആർക്കും എപ്പോഴും എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാനായിട്ട്. You do any atrocities, behave any which way you want, hurt anybody, and then say sorry. And as far as you are concerned, the story ends there. പിന്നെ ഞാൻ എന്ത് വേണം? 10 പേരെ വിളിച്ചു കൂട്ടി നിന്റെ കാലിൽ വീണ് സമസ്താപരാധം പറയണോ? വേണ്ട.
എന്ത് ചെയ്താലും ഇനി 4 ആളുടെ മുഖത്ത് നോക്കാൻ പറ്റില്ലല്ലോ. 4 പേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട് അതെപ്പറ്റി നീ ഇപ്പോഴും ആലോചിക്കുന്നില്ലല്ലോ. What did I do? വേണ്ട. Is it a mistake If that you are I... looking for an argument, I am not prepared for that. തെറ്റ് 2 പേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാണ്. അമ്മ വരും. എല്ലാം മറന്നത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കണം നീയാണ്. പ്ലീസ് ഡു ദാറ്റ്. സ്വാതി, കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു. മോളെ, ഒരു കോവിലകത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ട് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത്. സാരമില്ല, എല്ലാം എനിക്ക് മനസ്സിലാവും. മക്കൾക്കൊരു ദോഷവും വരുതെന്നേ ഏതൊരമ്മയ്ക്കും മോഹമുള്ളൂ. അതേ എനിക്കും തോന്നിയുള്ളൂ. അതുകൊണ്ടാ കുറിപ്പ് ഇന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് 3-ാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം. പിന്നെ സാരസ്വതം നെയ് സേവിക്കണം. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരും. ഇത് നോക്കൂ. ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ്. താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണിയിക്കാൻ. ഇങ്ങോട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും. ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്കാ. സ്വാതി, എന്താ സംഭവിച്ചത്? Come on, 1 minute. സോറി ക്യാപ്റ്റൻ, ഹെവി ബ്ലീഡിങ്ങുമായിട്ടാണ് ഇവിടെ വന്നത്. അൺകോൺഷ്യസ് ആയിരുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ്സ് എൻ അബോർഷൻ. എന്തെങ്കിലും ഒരു ചെറിയ സംശയം പറഞ്ഞിരുന്നെങ്കിൽ ലോകത്ത് എവിടെയാലും ഞാൻ അവളെ കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ രക്ഷിക്കുമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ല? ക്യാപ്റ്റൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്. ബട്ട് സി, ഇത് ഞങ്ങളുടെ ടെസ്റ്റിന്റെയോ ട്രീറ്റ്മെന്റിന്റെയോ കുഴപ്പം കൊണ്ടല്ല. പിന്നെ എങ്ങനെ? അത് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം. അവർക്കേ അത് പറയാൻ പറ്റും. ഞാനായിട്ടൊന്നും ചെയ്തതല്ല. It happens so. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. സൂക്ഷിക്കണമെന്ന് എന്നോട് ഞാൻ പല തവണ പറഞ്ഞതാ. അമ്മ പറഞ്ഞ ഒരു കാര്യം ഒന്നും ചെയ്തില്ലല്ലോ. അതൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാ. തെളിവ് തന്ന് വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല. ഇത്രയും വേഗം എനിക്കൊരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അമ്മ എങ്ങോട്ടാ? ഞാൻ പോകുന്നു. പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത്. എല്ലാം വെറുതെയായി. അമ്മയ്ക്കിപ്പോ ഒന്നും ഉറപ്പായി. ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത്. നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണു മതിയായിരുന്നു. വരൂ കുറുപ്പേ. സമാധാനമല്ലോ നിനക്ക്? എല്ലാവരെയും വെറുപ്പിച്ചും വേദനിപ്പിച്ചും പറഞ്ഞ അയച്ചപ്പോ സമാധാനമല്ലോ നിനക്ക്?
എന്ത് എങ്ങനെ സംഭവിച്ചാലും തെറ്റ് എനിക്കാണല്ലേ. കൈയും തമ്മിലടിച്ചാലേ ശബ്ദമുണ്ടാവൂന്ന് കരുതി ഒരു കൈ കെട്ടിവെച്ചു നോക്കി. എന്നിട്ടും വിടാൻ ഭാവമില്ല. വെറുതെ കുറ്റപ്പെടുത്തുക. സഹിക്കുന്നതിനും ഒരു അതിരുണ്ട്. നീ എന്ത് സഹിച്ചു? സഹിച്ചത് മുഴുവൻ ഞാനല്ലേ. മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞ് നീ കാണിച്ച ആഭാസം മുഴുവൻ ഞാൻ സഹിച്ചില്ലേ? പരിഷ്കാരം എന്ന് പറഞ്ഞ് നീ കാണിച്ച കോമളത്തിന് മുഴുവൻ ഞാൻ സഹിച്ചില്ലേ? ഒരു കുഞ്ഞായാലും ഒരു അമ്മയായാലും നീ അടങ്ങി ഒതുങ്ങി ജീവിക്കുമെന്ന് വിചാരിച്ചു. ഇപ്പൊ ആ പ്രതീക്ഷയിലുണ്ടായി. നിന്റെ ശരീരവും സൗന്ദര്യവും ഉടയാതിരിക്കാൻ വേണ്ടിയല്ലേ നീ ഈ മഹാപാപം ചെയ്തത്? അതെ, അങ്ങനെ തന്നെ എന്നെ വിശ്വസിച്ചോളൂ. എനിക്ക് വേണ്ട നിങ്ങളുടെ കുഞ്ഞിനെ. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം നശിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ സമ്മതിച്ചു തന്നാൽ പിന്നെ വല്ല പറയാനുണ്ടോ? ജാൻസി, ജാൻസി, എന്താ ഇയാളെ പട്ടിയെ വിളിച്ചത്? ജാൻസി, പട്ടിയെ വിളിക്കേണ്ട പേരല്ലത്. ഭാരത സ്ത്രീകളുടെ അന്തസ് ഉയർത്തിക്കാട്ടിയ ഒരു ധീരവനിതയുടെ പേരാണിത്. ആ പേരിട്ട് പട്ടിയെ വിളിക്കരുത്. പട്ടിക്കിടാൻ പറ്റിയ പേര് ഞാൻ പറഞ്ഞുതരാം. നാളെ മുതൽ ഇവിടെ സ്വാതി എന്ന് വിളിച്ചാൽ മതി. Call this bitch സ്വാതി. എന്താ നിങ്ങൾ എന്നെ വിളിച്ചത്?